ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി ഒരു കിടിലൻ സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ മക്കൾക്കൊന്നും പൊതുവേ പഴം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും. അപ്പം പഴം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ പെട്ടെന്ന് തന്നെ പ്ലേറ്റൊക്കെ കാലിയാക്കി തന്നോളും. അപ്പം അങ്ങനെയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഇതാ 2 പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓവറും പഴുപ്പുമല്ല, എന്നാലിട്ട് നല്ല പച്ചയല്ല. ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഇത് റൗണ്ടാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതാ അവിടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു കനത്തിലാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ട്, വല്ലാതെ നൈസും അല്ല, എന്നാൽ അത്യാവശ്യം കനത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഏലക്കായ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്താക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വാനില എസൻസ് ആഡ് ആക്കി കൊടുത്തത്. ഇനി ഒരു മുട്ട, നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവട്ട് നമുക്കിത് നന്നാക്കി ഒന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ. നമുക്കിതൊന്നുകൂടി ഒന്ന് നന്നാക്കി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് ലൂസ് ബാറ്റർ ആവേണ്ട, അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക്. അപ്പോൾ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്ത്, അപ്പോൾ ഇതാ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതാ മുറിച്ച് വെച്ച പഴത്തിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോരോ പീസുകളായി നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതാ ഒരു ഭാഗം അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ 2 ഭാഗം ഏകദേശം നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.